ഇപ്പോൾ ഒരു മാസമായി തെറാപ്പിക്ക് പോയിട്ട്. എങ്കിലും ഞാൻ എനിക്ക് പോയ സ്ഥലത്ത് ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ തെറാപ്പി സ്റ്റോപ്പിലാണ്. കാര്യം എന്ന് വെച്ചാൽ അത് ഭയങ്കര അഫോർഡബിളും അല്ല, മാത്രമല്ല നമ്മൾ അത്ര എമൗണ്ട് എടുത്ത് അവിടെ പോയിരുന്ന് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിമിറ്റ് കൂടുതൽ. ഞാനത് ഒരു ഓൾ ആൻഡ് ഓൾ ഹോളിസ്റ്റിക് മെത്തേഡ് എന്നുള്ള രീതിയിലാണ് എത്ര രൂപ 1000 രൂപ കൊടുത്ത് ദൂരമൊക്കെ പോയി അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ടോട്ടൽ ചേഞ്ച് ഔട്ട് തരുന്ന ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തതെങ്കിൽ തന്നെയും അത് വിചാരിച്ച അത്ര ഒരു ലിമിറ്റിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇറ്റ് ഹെൽപ്സ് ലൈക്ക് ഒരു ചെറിയൊരു തുടക്കം വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് പിന്നെ എനിക്കൊരു ചെറിയ ചായ കുടിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് പോലും കിട്ടുന്നില്ല. ചെറിയ ചായ കുടിക്കുന്ന എഫക്റ്റൊക്കെ കിട്ടുന്നുള്ളൂ. ഒരു അടിസ്ഥാനമായിട്ട് തെറാപ്പി എൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ തെറാപ്പി എന്നെ പ്രസൻറ്റാക്കി നിർത്താൻ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിലൊരു പർട്ടിക്കുലർ പേഴ്സണാലിറ്റി അതൊരു ഡിപ്രഷനിലേക്ക് പെട്ടെന്ന് വഴുതി വീഴുന്ന ഒരു ഇതാണ്. അത് തെറാപ്പിയൊക്കെ തീർന്നു പോയി അല്ലെങ്കിൽ നിന്ന് പോയെന്നൊക്കെ അറിയുമ്പോൾ തന്നെ അതൊരു തരം പ്രസൻറ്റിൽ നിന്ന് പയ്യെ അത് ഓഫായി പോകും. പിന്നെ നമുക്ക് ഈ ശബ്ദങ്ങളും അല്ലെങ്കിൽ നമുക്ക് കാറ്റ്, വെളിച്ചം, അങ്ങനെയുള്ള നമുക്ക് അനുഭവിക്കുന്ന ആ ഒരു ചുറ്റുപാടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ അന്യമായി പോകും. അപ്പോൾ ഒരു ഡീപേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഇത് പോകും. അപ്പോഴാണ് പലപ്പോഴും ഈ പറയുന്നൊരു പിന്നെ ഒരു തരം പ്രത്യേക സർവൈവൽ മോഡിലേക്ക് പോകുമ്പോൾ എന്തും അനുഭവിക്കാൻ തയ്യാറാവും, എന്തും ഇത് ചെയ്യാൻ തയ്യാറാവും, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കയറും. ഒരുപക്ഷെ അത് ഞാൻ കുറേ നാൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്, പറഞ്ഞ് കാശുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷന് വഴി വയ്ക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്ത് ഭയങ്കര എഫേർട്ട് പോലെ ഒരു സ്ഥലത്ത് ഇത്രയും ദൂരമൊക്കെ പോയി തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെന്നെ ഫിസിക്കലി എന്നെ തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു കോമാളിയൊക്കെ അല്ലെങ്കിൽ ഇന്ന് ഒരാളുടെ ഇത് കേൾക്കാൻ വേണ്ടി അത്ര രൂപയും കൊടുത്ത് ഒരു തരം എന്താ പറയുക ബീങ് കട്ടവറായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു രീതിയിലൊരു റീപ്ലേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നല്ലതല്ലേ. ഒരു കാര്യങ്ങളെന്ന് പറയുമ്പോൾ അഫോർഡബിളാണ്. ഫസ്റ്റ് തിങ് ഒരു സെഷൻ വാട്ടവർ ഏരിയസ് എത്രയാണ്, അരമണിക്കൂറാണ്, 500 മിനിറ്റിൻ്റെ ഒരു സെഷൻ, അത് പ്രൊഫഷണൽ സെറ്റപ്പിൽ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അഫോർഡബിൾ തന്നെയാണ്. അത് എഫോർട്ട് എടുത്തവർ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അത് അഫോർഡബിൾ തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നത് വലിയ പ്രശ്നം അത് നല്ലൊരു ഓപ്ഷനാണെന്ന് കൂടി എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ കുറേ നാൾ ഈ ഓൺലൈനിൽ മാറുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പെട്ടെന്നുള്ളതിൻ്റെ എമൗണ്ടാണ്. അതിൻ്റെ എമൗണ്ടിൻ്റെ ഹൈപ്പ് കൂടി മറ്റ് പല എന്താ പറയുക നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാനത് കുറേ നാളായിട്ട് മാറ്റി. പക്ഷേ ഇനി അത് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ അതിനും കൂടി അതിൻ്റേതായ ഒരു സ്പേസ് കൊടുത്ത് കാര്യം ചെയ്യുക എന്നുള്ള ഒരു സംഭവം. ഈ തെറാപ്പി കിട്ടില്ലെങ്കിൽ ലോ കോസ്റ്റ് തെറാപ്പി ഇപ്പോൾ അവൈലബിളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി. അപ്പോൾ അത് ഇപ്പോൾ ഒരു ആക്സിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഒരു മെൻ്റൽ ഹെൽത്ത് കെയർ കിട്ടാൻ വേണ്ടി എനിക്ക് അത്ര ഇല്ലാത്തൊരു സാധനമാണെന്നുള്ളൊരു ഇത്. അത് ഭയങ്കര എമൗണ്ടാണ്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഇത് ഒരിക്കലും പോയി. കോസ്റ്റ് അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം എഫക്റ്റീവ്നെസ്സാണ്. എഫക്റ്റീവ്നെസ്സിന് ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ തന്നെ പറഞ്ഞ പോലെ സ്വിച്ച് ചെയ്യാം, തെറാപ്പിസ്റ്റിനെ മാറ്റാം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാരെ കുറച്ചൊന്ന് മാറിയിരിക്കാം. പക്ഷേ വൺസ് എനിക്ക് തോന്നുന്നു എന്നെ അത് എൻ്റെ ഒരു പർട്ടിക്കുലർ ഗോൾ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ മാസ്റ്റുർബേഷൻ കംപ്ലീറ്റ്ലി ഇതിൻ്റെ കൺട്രോൾ വരുത്താമെന്ന് എൻ്റെ ഒരു വിശ്വാസമായിരുന്നു. കോഴ്സ് തെറാപ്പിയിലൂടെ എനിക്ക് ഒരു 100 സംതിങ് ഡേയ്സായിട്ട് എൻ്റെ കൺട്രോളിലാണ്. ഇതിൻ്റെ തെറാപ്പിയുടെ ഇടയിലാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൂടെ മറ്റു അക്കൗണ്ട് തുടങ്ങി അതൊരു വേറൊരു രീതിയിലൂടെ സെൽഫ് ഹെൽപ്പ് പോലെ ഒരു സർവീസൊക്കെ പോലെ ചെയ്യാൻ തുടങ്ങി. അതൊരു സ്വന്തമായിട്ടുള്ള പേഴ്സണൽ അറ്റംപ്റ്റ് തന്നെയായി എൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള. അങ്ങനെ പിന്നെ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി, ലോങ് ടോക്സൊക്കെ തുടങ്ങി, മീനിങ്ങോട്ടൊക്കെ കുറേ ഭയങ്ങളൊക്കെ മാറി. അതുപോലെ തന്നെ അതൊരു ഇതൊക്കെയായിരുന്നു. പിന്നെ ലാബ്സുകൾ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്കെന്താ പറയുക ഒരു കുറച്ചും കൂടി ഒരു ഫോക്കസ് കിട്ടിയത് കഴിഞ്ഞ കുറച്ച് 6 മാസത്തിനിടയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് എനിക്ക് അൺഎംപ്ലോയ്ഡ് ആയിരുന്നു. പക്ഷേ ഐ വാസ് മോർ ലൈക്ക് മെൻ്റലി ട്രാവലിംഗ്.
നമുക്ക് എനിക്ക് തോന്നുന്നു അത്രയൊരു ഇത് വേണ്ട. എങ്കിൽ തന്നെയും അതൊരു പാത്ത് പോലെ, അതൊരു ഫോളോ അപ്പ് പോലെ, ഒരു ലോങ് ടോക്ക്. അത് പറയുന്ന പോലെ എപ്പോഴും ഒരു വ്യക്തി ചിലപ്പോൾ അതിന് അവൈലബിൾ ആയിരിക്കില്ല. അതിപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ ടീച്ചർ. പിന്നെ എനിക്ക് പൊതുവേ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. ഞാൻ പറയുന്ന പോലെ എൻ്റെ തലയുടെ കണ്ടത് മറ്റൊരാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ഇതിപ്പോൾ ഒരാൾ വന്ന് നമുക്ക് ഈവൻ നമുക്കൊരു മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്തൊരു സഹായത്തിന് വന്നാൽ തന്നെ എനിക്ക് ഭയമാണ്. ഞാൻ അവരോട് കമ്മിറ്റഡ് ആകുമ്പോൾ കമ്മിറ്റഡ്മെൻറ്റ് എനിക്ക് പേടിയുണ്ട്. എനിക്കെന്തോ അവരുടെ ഹെൽപ്പ് ഞാൻ അറക്കേണ്ടി വരും. അവർക്ക് ഞാൻ ആഗ്രഹിച്ച അത്ര പ്രത്യേകം എനിക്ക് ആഗ്രഹിച്ചൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ അതൊരു ഡിപ്രഷനായി. അതിന് ഭേദമാണ് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. ഒരു ഫിനാൻഷ്യൽ ഇതാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഡീൽസ് ഉണ്ട്. പിന്നെ ഒരു ഭയം വെച്ചാൽ ഇങ്ങനെ കൊണ്ടുപോയി ഞാനൊരു എന്താ പറയുക ഒരു മണ്ഡലമാണ് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ കഷ്ടതകളും കഠിനതകളും പഠിക്കാൻ. പക്ഷേ അത് എനിക്കറിയില്ല. ഞാൻ നിലവിൽ എനിക്ക് നല്ല മെൻ്റൽ സ്റ്റേറ്റാണ്. എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയിരിക്കും അത് അതായിരിക്കണം. ഒരു പക്ഷേ എനിക്ക് നയിക്കുന്നത് നിലവിൽ ഞാനൊരു സെക്രട്ടേറിയല്ല, അങ്ങനെയുള്ള കുറേ ബിസികളില്ല. അപ്പം തന്നെ എനിക്ക് ഓൾറെഡി സ്ട്രെസ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് എനിക്ക് സെക്രട്ടേറിയൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കുറേ സ്ട്രെസ് ആ വഴിയൊക്കെ പോയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പിടുത്തമില്ല എനിക്ക് ആ ഒരു സമയത്ത് ഒരു സർവീസ് അങ്ങനെയുള്ള പുള്ളിയുടെയൊക്കെ സംസാരം അവിടുത്തെ സർവീസൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക തെറാപ്പി മോഡായിരുന്നു. ഒരു പക്ക സ്പോൺസറിറ്റി കൂടെ പോയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് റിക്കവർ ചെയ്തത്. ആ ഒരു ഒരു 1 ഇയർ ഗ്യാപ്പിൽ ആ ഒരു ഇത് കിട്ടി. അതിന് വേണ്ടിയിട്ട് ഒരു വർഷം എനിക്കറിയില്ല. അത് ഇനി പറഞ്ഞ പോലെ തെറാപ്പി നടത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് കമ്പ്ലീറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കമ്പ്ലീറ്റ് കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം അത്രയൊക്കെ മുന്നോട്ടുള്ളൂ. അത് ഒരു വർഷം കഴിഞ്ഞ് പല്ലും എടുത്തു. പിന്നെ വീണ്ടും കുറേ നാൾ പിന്നെ അവർക്ക് ഇതെടുത്ത് കഴിഞ്ഞ് 2 വർഷം 2 ഇയേഴ്സ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 1 ഇയർ 1.5 ഇയർ സംതിങ് ഈ ഒരു ഗൈഡൻസ് കിട്ടി. പക്ഷെ പിന്നെ അത് റിലേറ്റീവുകളാകുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് കിട്ടുന്നതിലും അധികമായി അവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്തൊരവസ്ഥ അത് അവർക്ക് തരാനുള്ളൊരു ബുദ്ധിമുട്ടും അവർക്ക് അനുഭവപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ലാപ്സുകളൊക്കെ എനിക്ക് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇത് മാറ്റേണ്ടത് കഴിഞ്ഞത് അതിനൊരു സപ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് അത് നാളെ മാറുന്ന ഒരു കാര്യം എന്തായാലും അതിൻ്റെ ഒരു പുള്ളിയിൽ വീണുള്ളൂ. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ നിഷ്കളങ്കമായ മനസ്സിൽ ഒന്നാമത് ഈ സാധനങ്ങളൊക്കെ കണ്ടുപോയ പിന്നെ അത് പെട്ടുപോയി. പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല, അസാധ്യം എന്ന രീതിയിലേക്ക് കിട്ടും. അതാണ് ഈ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് വളരെ അങ്ങനത്തുള്ളൊരു ഇത് വേണം. എനിക്കതൊരു രക്ഷയില്ല. പിന്നെ ഈ പറയുന്ന ഒരു തെറാപ്പിയുടെ മനസ്സിലൊരു തിരിതുകളൊന്നും